മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, മനുഷ്യൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകൾക്ക് ഒരുപാട് പരിധികളുണ്ട്. അതേപോലെ തന്നെ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും കഴിവുകൾക്ക് പരിധിയുണ്ട്. പക്ഷേ അമ്പിയാഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ അല്ലാഹു അങ്ങ് നിർവഹിക്കും. ഇതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ചില സാലിഹീങ്ങളുടെ കൈക്കും അത്ഭുതങ്ങൾ പ്രകടമാക്കാറുണ്ട് അല്ലാഹു. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതും അവരുടേതായ കഴിവല്ല, അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നതുമല്ല. ചില ഘട്ടങ്ങളിൽ അവർ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് വിധേയമായി കൊണ്ട് അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തു എന്നും വന്നേക്കാം. അതല്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയാവുന്ന തനിക്ക് മുമ്പേ നൽകപ്പെട്ട ഒരു കഴിവൊന്നുമല്ല മുഅ്ജിസത്തെന്ന് പറയുന്നതും കറാമത്തെന്ന് പറയുന്നതും. എന്തിനാണ് ഞാൻ ഈ കാര്യം എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ വെച്ചത്? ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറയുന്നു, മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ത്? ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ കൈക്ക് നടക്കുന്ന ആ അത്ഭുതപരമായ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുടെ അനുമതി വേണം, നമ്മുടെ കാര്യങ്ങൾക്കൊന്നും അനുമതി വേണ്ട എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നു, എൻ്റെ കൈ ഉയർത്തുന്നത് എനിക്ക് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതേപോലെ അമ്പിയാക്കന്മാർ അവരൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരങ്ങ് ചെയ്യും. അപ്പൊ അവരുദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ കാര്യം അങ്ങ് ചെയ്യും. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അതിലൂടെ പറഞ്ഞതെന്താണെന്നോ, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത്, അദ്ദേഹം കൈ ഉയർത്തും പോലെയുള്ളൂ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഒക്കെ കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ അത്ര നിഷ്പ്രയാസം ഓരോരുത്തർക്കും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഒരു കഴിവാണത് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ആ വാചകമൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വെച്ചോ, അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്കൊരു കറാമത്ത് വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. അങ്ങനെ അവരങ്ങ് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല കറാമത്ത് മയ്യത്ത് കൊടുക്കലാണ്, അള്ളാഹ് അതിനുള്ള കഴിവ് കൊടുക്കലാണ്. ഇതുപോലെ ഞാൻ എൻ്റെ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തുമ്പോൾ അല്ലാഹു എനിക്ക് കൈ ഉയർത്താൻ കഴിവ് തരുന്നു. ഈ ഉയർത്തുന്നത് എൻ്റെ ശക്തിയല്ല, അള്ളാഹുവിന്റെ ശക്തിയാണ്. ഇത് ഉയർത്താൻ തോന്നിപ്പിച്ച റബ്ബ് അള്ളാഹുവാണ്. ഉയർത്തുന്നതും അള്ളാഹു തആല തരുന്നത് തന്നെ ശക്തിയാണ്. ഈ ഉയർത്തലിനെ പടക്കുന്നതും അള്ളയാണ്. ഞാൻ അതുമായി ബന്ധപ്പെടുന്ന മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു കറാമത്ത് കാണിക്കണമെന്ന് ഒരു വലിയ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് കറാമത്തങ്ങ് കൊടുക്കുന്നു, പടച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തിനാ അത് പറഞ്ഞതെന്നറിയോ? നമ്മൾ അമ്പിയായിനോടും ഔലിയായിനോടൊക്കെയാണ് വിളിച്ച് ദുആ ചെയ്യുമ്പോ അവരാണ്ട് ഉത്തരം ചെയ്യാനാണ്, ഇപ്പോൾ ഉത്തരം കൊടുക്കണം എന്ന് അവരാണ് വിചാരിക്കും. അപ്പൊ അള്ളാഹു ആണ്ട് ഉത്തരം ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവാണ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്താണ് അമ്പിയായിന്റെ സ്ഥിതി എന്ന്, അതേപോലെ തന്നെ മുഅ്ജിസത്തിന്റെ ഈ കറാമത്തിന്റെ ഒക്കെ സ്ഥിതി എന്ന് നമ്മൾ പറഞ്ഞു. ഇവരിത് പറയുന്നത് മഹാന്മാരായ ആളുകളെ അവരുടെ മരണാനന്തരവും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, മഹത്തുക്കളായ ആളുകൾ ആരാവട്ടെ, നാം അവരെ വിളിക്കുന്ന വിളി അവർ കേൾക്കും എന്നുള്ളതിന് തെളിവുണ്ടോ? ആരാവട്ടെ, അവര് നമ്മുടെ വിളി കേൾക്കുന്നുണ്ടോ? ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല. ഇനി വലൗ സമിഉ, ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് കേൾക്കുമെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? കേട്ടിട്ട് ഉത്തരം കിട്ടാനല്ലേ? എങ്കിൽ റബ്ബ് പറയുകയാണ് വലൗ സമിഉ, ഇനി കേട്ടിട്ടല്ല, വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരാം. കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. അപ്പൊ സഹോദരന്മാരെ, ഈ മുഅ്ജിസത്ത് കറാമത്ത് ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണം മനസ്സിലായില്ലേ?
മുസ്ലിയാക്കന്മാർ ഈ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നതിന്റെ പിന്നിലെ രഹസ്യം മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാണെന്നോ? നാം അങ്ങ് വിളിക്കുന്ന നേരത്ത് അതാ മുത്ത് മുസ്തഫയത് കേൾക്കുന്നു, നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു, നമ്മുടെ അടുത്ത് വന്ന് സഹായിക്കുന്നു. നാം കാണുന്നില്ലെന്നേയുള്ളൂ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടേയുള്ളൂ. ഇവിടെ എപ്പോഴും നമ്മുടെ വിളി കേട്ട് വരാനും കാണാനും ഉത്തരം ചെയ്യാനും ഒക്കെ അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളും അതേപോലെ തന്നെ ഔലിയാക്കളുമൊക്കെ നമ്മൾ വിളിക്കുന്ന നേരത്ത് നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മെ സഹായിക്കാനും നമ്മെ കാണാനും നമുക്ക് ഉത്തരം നൽകാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. ആ കഴിവ് ഇല്ല എന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ കഴിവിനെ നിഷേധിക്കലാണ്. അല്ലാഹുവിന് അവർക്ക് കഴിവ് കൊടുക്കാൻ കഴിയൂല എന്ന് പറയലല്ലേ? അതല്ലേ ഇന്നലെ നിങ്ങൾ ഇർഫാദ് മാസികയിൽ നിന്ന് വായിച്ചത്? എവിടേക്കാണ് പോക്ക് എന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് മുസ്ലിയാര് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ നമ്മുടെ ഏത് ഘട്ടത്തിലുമുള്ള വിളി കേൾക്കാൻ കഴിയൂ. മഹാന്മാരായ അംബിയായിനോ ഔലിയായിനോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും വിദൂരമായ ദിക്കില്ലെന്ന് വിളി കേൾക്കാനുള്ള ഒരു മുഅ്ജിസത്തോ കറാമത്തോ കൊടുത്തിട്ടില്ല, ജീവിതകാലത്ത് പോലും നൽകിയിട്ടില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മസ്അല ചോദിക്കാൻ വേണ്ടിയും പല കാര്യങ്ങളിലും തർക്കം തീർക്കാനൊക്കെ വേണ്ടിയും മദീനയുടെയും മക്കയുടെയും ഒക്കെ വിദൂരമായ മലമടക്കുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് സഹാബിമാര് കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ, അന്ന് വാഹനങ്ങൾ അതൊക്കെയല്ലേ, അവരെത്ര പ്രയാസം സഹിച്ചു മാസക്കണക്കിന് വൈദൂരം താണ്ടിയിട്ടാണ് മുത്ത് മുസ്തഫയുടെ തിരുഹദറത്തിൽ അവരെത്തിച്ചേരുന്നത്. എന്തിനാ അവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഞങ്ങൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾ കുതിരപ്പുറത്ത് പോകുന്നത്? എന്തിന് നമ്മൾ കഷ്ടപ്പെടണം? ഈ കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിൽ പോലും സഹാബിമാര് വരികയാണ് റസൂലുള്ളാഹിയുടെ തിരുമുമ്പിലേക്ക്. എന്തിന്? അവർക്ക് മസ്അലകൾ ചോദിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും യസ്അലൂനക യസ്അലൂനക യസ്അലൂനക, നബിയെ താങ്കളോടവർ ചോദിക്കുന്നു, താങ്കളോടവർ ചോദിക്കുന്നു. പല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചറിയാൻ വേണ്ടി സഹാബിമാര് വന്നിട്ടില്ലേ? പലരും വന്നിട്ടില്ലേ? വഫുദുകളും ദൗത്യ സംഘങ്ങളുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടില്ലേ? അങ്ങനെ എത്തിയവരിൽ അമുസ്ലിമീങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾ മുഅ്മിനീങ്ങളായ ആളുകളും എത്തിയിട്ടുണ്ട്. അവരാ മുഅ്മിനീങ്ങൾ എന്താ വിശ്വസിച്ചത്? സഹാബിമാരെന്താ വിശ്വസിച്ചത്? ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നേതാവ് മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാതുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവുണ്ട്. അവിടുത്തെ കണ്ണുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങളെ കാണാനുള്ള കണ്ണുണ്ടേ, ഞങ്ങളെ വാക്കുകൾ കേൾക്കാനുള്ള കാതവിടുത്തേക്കുണ്ടേ എന്ന് സഹാബിമാര് പോലും വിചാരിച്ചു പോയില്ല. അവരവിടെ നിന്നൊന്നും വിളിച്ചിട്ടില്ല, അവിടെ നിന്നൊന്നും അവർ നബിയോട് സങ്കടം പറഞ്ഞിട്ടില്ല. അവർക്കെന്തേ മുഅ്ജിസത്ത് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അവർക്കെന്തേ കറാമത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ലേ? വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള മുസ്ലിയാന്മാര് പ്രചരിപ്പിക്കുന്നത് പോലെയാണ് മുഅ്ജിസത്തെന്നും കറാമത്തെന്നും സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. ആ പാതയാണ് ഇസ്ലാമിന്റെ പാത, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. മറിച്ചവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്നുകൊണ്ടാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലെങ്കിൽ യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വന്നല്ലേ പറയുന്നത്. കാരണം അവര് മുഅ്ജിസത്തും കറാമത്തുമൊന്നും ഈ നിലക്ക് തെറ്റായി മനസ്സിലാക്കിയിട്ടില്ല, അവര് ശരിയായ നിലക്കാണ് മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കിയതുപോലെ, അവര് വിശ്വസിച്ചതുപോലെ അതേ നിലപാടിൽ തന്നെ തുടരണം എന്നേ മുജാഹിദുകൾ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഒരു പുത്തൻ വാദവും മുഅ്ജിസത്ത് കറാമത്തിന്റെ വിഷയത്തിൽ നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി സഹോദരന്മാരെ, മഹത്തുക്കളായ ഔലിയാ ഇല്ലേ, ആ ഔലിയായിനെ തള്ളുന്നവരാണോ നമ്മൾ? ഔലിയായിനെ തള്ളുന്നവരാണോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമ്പിയായിനെ മുഴുവൻ ആദരിക്കേണ്ടവരാണ്. ഒരൊറ്റ നബിമാരെയും നമ്മൾ നിഷേധിക്കുന്നില്ല. സർവ്വ നബിമാരും നമ്മുടെ നേതാക്കന്മാരാണ്.
എല്ലാവരും നേതാക്കന്മാരാണ്, മഹത്തുക്കളാണ്. അവരിൽ സ്ഥാനമുള്ള ദർജയുള്ള അമ്പിയാക്കന്മാരുണ്ട് എന്നത് വേറെ കാര്യം. ഓരോ സ്ഥാനത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സ്ഥാനം കൽപ്പിക്കുകയാണ്. പക്ഷേ എല്ലാ അമ്പിയാവും അല്ലാഹുവിങ്കിൽ നിന്ന് നിയുക്തരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അല്ലാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും നമ്മൾ കൽപ്പിക്കുന്നില്ല. എല്ലാവരും അല്ലാഹുവിങ്കിൽ നിന്നുള്ളവരാണ്. ഔലിയായിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ ഔലിയാ? കഴിഞ്ഞ പ്രസംഗത്തിൽ ഈ ഉള്ളവൻ സൂചിപ്പിച്ചിരുന്നു, ആയത്തോതിയിട്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണേ, അല്ലാഹുവിന്റെ മിത്രങ്ങൾ, അവർക്കൊരിക്കലും ഭയമില്ല, ദുഃഖമില്ല. അവരാരാണ്? അല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വകാനൂ യത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്, മുഅ്മിനീങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാ എന്ന് അന്ന് തന്നെ ആ പ്രസംഗത്തിൽ ഈ ഉള്ളവൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവും എന്ന് വിശദീകരിച്ചിരുന്നു. റബ്ബിലേക്ക് അടുക്കാൻ എന്താ മാർഗം? വിലായത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാറത്തിൽ ഒരു 40 ദിവസം പോയി അന്തി ഉറങ്ങിയാലോ, ഏതെങ്കിലും ദർഗയിൽ പോയി കെട്ടിക്കിടന്നാലോ കിട്ടുന്ന, അതല്ലെങ്കിൽ പാരമ്പര്യമായി ബാപ്പ മകന് കൈമാറുന്നു, മകൻ മകന് കൈമാറുന്നു, ഇങ്ങനെ പരമ്പരയായി കൈമാറാൻ പറ്റാവുന്ന ഒരു പട്ടത്തിന്റെ പേരാണോ, ഒരു സ്ഥാനത്തിന്റെ പേരാണോ? ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മകന് കിട്ടും ആ പട്ടം. ഏതുപോലെ വലിയ കാളി പോയാ ചെറിയ കാളി വരുന്നു, കാളിയുടെ മകൻ പിന്നെയും വരുന്നു. അങ്ങനെ അങ്ങനെ അവരോധിക്കപ്പെടാവുന്ന ഒരു സ്ഥാനമാണോ ഇത്? ഒരിക്കലുമല്ല കേട്ടോ. വിലായത്തെന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കേണ്ട പവറാണ്. ആ പവർ കിട്ടണമെങ്കിൽ എന്തു വേണമെന്നോ? റബ്ബിനെ തൃപ്തിപ്പെടുന്ന നിലക്ക് ധാരാളം ധാരാളം അമല് ചെയ്തു കൊള്ളണം, ധാരാളം ധാരാളം അമല് ചെയ്തു കൊള്ളണം. നിർബന്ധമായ കാര്യങ്ങളൊക്കെ വീഴ്ച വരുത്താതെ ചെയ്യണം. ഒരൊറ്റ ഹറാമും ചെയ്യരുത്, കറാഹത്ത് പോലും ചെയ്യാതെ സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ 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 അധികരിപ്പിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിലേക്ക് അങ്ങ് അടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ അടുക്കുന്ന മഹാന്മാരാണ് ഔലിയാക്കൾ. ആ നിലക്ക് അടുത്തിട്ടുള്ള മുഅ്മിനീങ്ങളാണ് ഔലിയാക്കൾ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ജനങ്ങൾ മനസ്സിലാക്കിയതുമാണ്. ഇപ്പൊ നമ്മുടെ മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പറയുകയാണ്, എന്തെന്നോ, മൗലവിക്ക് ഔലിയാക്കന്മാരെ മനസ്സിലായിട്ടില്ല. എന്താ കാരണം? മൗലവി ആദ്യം പറയുന്നു, മൗലവി എന്താ അവിടെ പറഞ്ഞത് എന്ന് ആദ്യം പറഞ്ഞിട്ട് മൂപ്പര് പറയുകയാണ്. എന്താ പറഞ്ഞത്? മുഅ്മിനിന്റെ പര്യായമല്ലേ ഔലിയാ അല്ലെങ്കിൽ വലിയ എന്ന് പറയുന്നത്. അപ്പൊ ഏത് മുഅ്മിനും ഔലിയയാണ് എന്നാണ് മൗലവി പറഞ്ഞത്. എന്തിന്? ഒന്നാമത്തെ ഔലിയ താനാണെന്ന് പറയാൻ. ഞാൻ മൂമിനാണല്ലോ എന്ന് ഞാൻ പറയാ, അപ്പൊ ഞാൻ തന്നെയാണ് ഔലിയ, എല്ലാവരും ഔലിയാക്കളാണ് എന്ന് പറയാൻ വേണ്ടി മുഅ്മിനിന്റെ പര്യായമല്ലേ, മുഅ്മിനല്ലേ ഔലിയ എന്ന് പറഞ്ഞു. അതിലൂടെ മുപ്പര് തെറ്റിദ്ധരിപ്പിച്ചതെന്താ? അള്ള പറഞ്ഞത് വക്കാനു യത്തഖൂന എന്നാണ്. കേവലം മൂമിനായാൽ പോരാ, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ വളരെ മുന്നേറണം എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോഴല്ലേ ഔലിയാവുകയുള്ളൂ, വലിയാവുകയുള്ളൂ. പക്ഷേ മൗലവി മുജാഹിദീങ്ങളെ ഒക്കെ വലിയകളുടെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് എന്തു പറഞ്ഞു? മുഅ്മിനീങ്ങളൊക്കെ വലിയാണെന്ന് പറഞ്ഞു. എന്നാലല്ലേ അങ്ങനെ പറയാൻ പറ്റൂ എന്ന്. ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ പേരിൽ പറയുന്ന ഒരു ആരോപണമാണത്. എന്തേ ആരോപണമാണെന്ന് പറയാൻ എന്താ കാരണം എന്നും ശേഷം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റി അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗമൊന്ന് കേട്ടോളൂ. മൗലവി പറയുന്ന മുഅ്മിനീങ്ങളൊക്കെ ഔലിയാക്കളാണ് എന്ന് വെച്ചാവനെ കണ്ണും നടച്ചാൽ കാണില്ല മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കൾ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാഉല്ലാഹി എന്ന് പറയുന്നത് മുഅ്മിനിന്റെ പര്യായം തന്നെയല്ലേ. കേട്ടില്ലേ? ഇയാൾ പറഞ്ഞു കേട്ടോ? നിങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കൾ. അപ്പൊ കണ്ടോ, മുഅ്മിനിന് മാത്രമായാ മതി, ദോഷബാധ വക്കാനു യത്തഖൂന അതൊന്നും ആവശ്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അതായത് മുഅ്മിനായാ മതി, മുഅ്മിനുള്ളൊരു പേര്, ഒരു കേവലം മുഅ്മിനായ തന്നെ ഔലിയയായി. എന്നാൽ അള്ളാഹു പറയുന്നത് അത് പോരാനാണ് എന്നാണ് ഈ ശേഷം പറയുന്നത്. നിങ്ങൾ കേട്ടാൽ എന്താ ആളുകൾ വിചാരിക്കാറിയോ? ഈ കാര്യം പറഞ്ഞത് ഒരു പ്രസംഗത്തിലും പിന്നീട് പറഞ്ഞത് വേറൊരു പ്രസംഗത്തിലാണ്. ഒറ്റ പ്രസംഗത്തിലെ കാര്യമായി ഈ പറയുന്നത്.
ഒരേ പ്രസംഗത്തിൽ ഞാൻ 2 കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തിൽ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ആദ്യം പറഞ്ഞതിന് എതിരല്ല. പിന്നെ പറഞ്ഞത് എന്താ? മൂമിന് തന്നെയല്ലേ ഔലിയാക്കൾ എന്നാ. പിന്നെ കാഫിറ ഔലിയാക്കൾ? കാഫിറ പിന്നെ ഔലിയ? കാഫിറിന്റെ പര്യായാണ് ഔലിയ എന്ന് പേരോടിന് അഭിപ്രായം ഉണ്ടോ? മുഅ്മിനിന്റെ പര്യായം തന്നെയല്ലേ ഔലിയാവുള്ള എന്ന് പറഞ്ഞാൽ കാഫിറിന്റെ പര്യായാണ് ഔലിയ എന്ന് പിന്നെ പേരോടിന് അഭിപ്രായം ഉണ്ടോ? അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുക, ആരെങ്കിലുമൊക്കെ ധരിച്ചു കിട്ടിയാൽ വളരെ നന്നായല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഈ ഉള്ളവൻ തന്നെ ആ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഭാഗം മൂപ്പര് തന്നെ കേൾപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഒരു പൊട്ടത്തരം മൂപ്പരെ കൊണ്ട് തന്നെ റവ്വ ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താ, മൂപ്പർക്ക് തോന്നി ഇനിയിപ്പോൾ മൗലവി വന്നിട്ട് ഇത് പിടിച്ചാലോ എന്ന് ഞാൻ തന്നെ ആദ്യമാണ് പറഞ്ഞിട്ടേക്കാം, ഒരു മുഴം മുമ്പേ എറിഞ്ഞേക്കാം എന്ന് മൂപ്പര് ചിന്തിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി മൂപ്പര് തന്നെ നടത്തിയ വിദ്യ ഒന്ന് കേട്ടോളൂ. എന്നിട്ട് പറയാം ഞാൻ തന്നെ വൈരുദ്ധ്യം പറഞ്ഞിട്ട് മൂപ്പര് മൗലവിക്കനെ പിന്നെ സമ്മതിക്കേണ്ടി വന്നു. എൻ്റെ അതേ പ്രസംഗത്തിൽ തന്നെ വാചകം എടുത്തിട്ട് മൂപ്പര് പറയണത് കേട്ടോളൂ. ആ ഭാഗം രസകരമായ ഭാഗം. എന്നാൽ അതേ മൗലവി തന്നെ കേവലം മോമിനികളല്ല ഔലിയാക്കൾ എന്ന് 4-ാമത്തെ തന്നെ പറഞ്ഞത് ഞാൻ അയാൾക്ക് മറുപടിയായിട്ട് അയാളെ പ്രസംഗം തന്നെ വെക്കുന്നത് വെച്ചുകൊടുക്ക്. വേറൊരു സമയത്ത് അയാൾ പറയും, നല്ലവരായി ജീവിക്കുന്ന സാലിഹീങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സ്നേഹിക്കുന്നു, അവർക്ക് ആദരവുകൾ നൽകുന്നു. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുവോ അതെല്ലാം നിർവഹിക്കുകയും ഏതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് പറഞ്ഞുവോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് പുണ്യകരമായ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോവുകയും ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മഹാന്മാർ, ഇവരാണ് അല്ലാഹുവിന്റെ മിത്രങ്ങൾ, അതല്ലെങ്കിൽ വലിയുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? മുഅ്മിനീങ്ങളൊക്കെ ഔലിയാക്കളാണ്. ഇപ്പൊ പറയുന്നതോ വളരെ ഏറെ മുന്നോട്ട് പോകണം. അല്ല കൽപ്പിച്ചതൊന്നും ഒഴിവാക്കരുത്, അല്ല വിരോധിച്ചൊന്നും എടുക്കരുത്. അങ്ങനെ വേറെ മുന്നോട്ട് പോയ സാലിഹീങ്ങളാകണം. ഇപ്പൊ കേട്ടാ എന്താ തോന്നുക? ആദ്യം പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത്, രണ്ടാമത് പിന്നെ മാറ്റി പറഞ്ഞതാണ്. ഈ രണ്ടാമത് പറഞ്ഞതാണ് നമ്മളെ പ്രസംഗത്തിൽ ആദ്യം. അത് ആദ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കുറെ കഴിയുമ്പോൾ വിശദീകരണത്തിൽ ഈ കാര്യം പറയുന്നത്. അത് മൂപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ, വൈരുദ്ധ്യാക്കി കുറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പിട്ടു എന്ന് വരുത്തി തീർത്തിട്ട് ആ പേരോട് കണ്ടുപിടിച്ചിരിക്കുന്ന വൈരുദ്ധ്യം എന്ന് മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചെങ്കിൽ അത്രയുമായല്ലോ എന്നാണ് സാധു വിചാരിച്ചത്. പക്ഷേ കാര്യം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ അള്ളാഹു അദ്ദേഹം എന്താണോ കെട്ടിപ്പൊന്തിച്ച് വന്നത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ തന്നെ ആ ചീട്ടുകൊട്ടാരങ്ങ് തകർത്ത് കൈ കൊടുത്തിരിക്കുകയാണ്. ഒരു പണി നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി സഹോദരന്മാരെ, ഔലിയായിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വീക്ഷണം എന്താണ്. നമ്മുടെ വീക്ഷണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ വീക്ഷണം. ആ ഇസ്ലാമിൻ്റെ വീക്ഷണം അനുസരിച്ചുള്ള വലിയകൾ അവർ 5 നേരം നമസ്കരിക്കും, നോമ്പെടുക്കും. അത് മാത്രമല്ല, ഇനി ഓരോന്നും പറയേണ്ടതില്ലല്ലോ, അവർ നിർബന്ധ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യും, ഹറാമുകളൊന്നും ചെയ്യില്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാതിരിക്കാൻ അവർ പരമാവധി പരിശ്രമിക്കും. സുന്നത്തുകൾ അവരുടെ ജീവിതത്തിൽ അവർ എമ്പാടും കാത്തു സൂക്ഷിക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ആ നിലക്ക് അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാർ. എന്നാൽ ഈ രൂപത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾ പല കക്ഷികളുമായി പല സമൂഹത്തിലും പലതുമായി പിരിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറുഭാഗത്തുള്ള കക്ഷികൾ, ആ കക്ഷികളിൽ ഒരു കൂട്ടരുടെ വീക്ഷണം എന്താണ്? വലിയ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്നഹു യുസ്ലബു മിൻ ജമീഇ സിഫാത്തിൽ ബശരിയ്യ വയതഹല്ലാ ബിൽ അഖ്ലാഖിൽ ഇലാഹിയ്യ ളാഹിറൻ വബാത്തിനാ. ഒരു വലിയ എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് നീക്കപ്പെടും, അയാൾ നീക്കപ്പെടുന്നവനാണ്. എന്തിൽ നിന്നൊക്കെ നീക്കപ്പെടും? ഊരപ്പെടും. മിൻ ജമീഇ സിഫാത്തിൽ ബശരിയ്യ, മനുഷ്യവിശേഷണങ്ങളിൽ നിന്നൊക്കെ അയാൾ അങ്ങ് ഊരി ഒഴിവാക്കപ്പെടും. എന്നിട്ട് ആ സ്ഥാനത്ത് വയതഹല്ലാ ബിൽ അഖ്ലാഖിൽ ഇലാഹിയ്യത്തി ളാഹിറൻ വബാത്തിനാ, ബാഹ്യമായും ആന്തരികമായും പിന്നെ ദൈവീക സ്വഭാവങ്ങളാണ് അയാളിൽ കാണുക. അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് എന്തും ചെയ്യില്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ അവന് പരിധിയില്ലാതെ കഴിയുന്നവനല്ലേ? യഫ്അലു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുമല്ലോ.
അപ്പൊ അള്ളാഹുവിന്റെ ഏത് കഴിവുകളൊക്കെയുണ്ടോ ആ കഴിവുകളിലേക്കങ്ങ് ഇയാൾ മാറ്റപ്പെടുകയായി. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നതൊക്കെ നടക്കും. ചിലപ്പോൾ പല കോലത്തിൽ കാണുമെന്നാണ് പലപ്പോഴും ഇവർ പറയുന്നുണ്ട്. അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? ഒരു മഹാന്റെ വലിയ അനുഭവങ്ങളായി അല്ലെങ്കിൽ ഒരു വലിയ കറാമത്തായി കൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തെ കാണാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയാൽ കാണാം അദ്ദേഹം ഒരു ആനയുടെ കോലത്തിൽ, കുറച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ചെന്ന് നോക്കിയാൽ കാണാം ഒരു പുള്ളിപ്പുലിയുടെ രൂപത്തിൽ, ചിലപ്പോൾ കാണാം വേറൊരു മോഡലിൽ, ചിലപ്പോൾ കാണാം മറ്റൊരു രൂപത്തിൽ, ഇങ്ങനെ ചിലപ്പോൾ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ കാണാം. പല കോലത്തിലാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കോലത്തിലും രൂപം മാറാൻ സാധിക്കും. ഒരിക്കൽ ഒരാൾ ചോദിച്ചു അത്രേ, ഒരു വലിയനോട് ചോദിച്ചു, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത്? നിങ്ങൾ നിസ്കരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ വലിയ ചോദിച്ചയാളുടെ മുമ്പിൽ പല കോലത്തിൽ അങ്ങ് മാറി മാറി പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു അത്രേ, ഇതിൽ ഏത് കോലത്തെയാണ് നിസ്കരിക്കാതെ നീ കണ്ടത്? ഒക്കണം സഹോദരന്മാരെ, ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാര്? ഇവരുടെയൊക്കെ നേതാവ് ദബ്ബാഗ് എന്ന് പറയുന്ന ഒരു സൂഫിയുണ്ട്. ആ സൂഫി പറഞ്ഞത് ഒരു 10-300 രൂപത്തിൽ 10-300 തടിയായിട്ടൊക്കെ അങ്ങ് രൂപാന്തരപ്പെടാൻ കഴിയും. ഒരു തടിയല്ല, അവർക്ക് 10-40 തടിയാണ്, അതെല്ലാം 300 തടിയാണ്, അങ്ങനെ പല തടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർ ശരീഅത്തിനെതിരെ എന്ത് ചെയ്താലും നമ്മൾ അവരെ സംബന്ധിച്ച് കുറ്റം പറയാൻ പാടില്ല. ശരീഅത്തിനെതിരായിട്ട് നമുക്കിങ്ങനെ തോന്നാണ്. വാസ്തവത്തിൽ ഒരു വലിയ ഇങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ, വലിയെന്ന് പറയുന്ന ആള് ഇങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു പോകരുത് അയാൾ കള്ളാ കുടിക്കുന്നത് നമുക്ക് തോന്നുകയാണ്. മുപ്പരിപ്പ എന്താണ്, അതാ ബോട്ടിലങ്ങ് പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് ഒറിജിനൽ ലഹരിയുള്ള കള്ള് തന്നെയാണെങ്കിലും അതാ മഹാനവറുകളുടെ വായിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്ക് യകൂനു അസലം മുസഫാ, അതാ നല്ല ശുദ്ധമായ തേനായി മാറി. അങ്ങനെ ബോട്ടിൽ പൊട്ടിച്ചൊഴിക്കുമ്പോഴേക്ക് ആ മാറ്റം സംഭവിക്കുന്നു. ഇങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ ബാഹ്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. അതുകൊണ്ട് നിസ്കരിക്കാത്തതിനെയും ചോദ്യം ചെയ്തുകൂടാ. മഹാനായ ഒരു നേതാവെന്ന് ഇവർ പുകഴ്ത്തുന്ന പണ്ഡിതൻ പറയുകയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹ് മല്ലാ യുസല്ലി സ്വലവാത്തിൽ ഖംസ് ഇല്ലാ ബിമക്ക വമിൻഹും മല്ലാ യുസല്ലിഹാ ഇല്ലാ ബിബൈത്തിൽ മുഖദ്ദസ് വമിൻഹും മല്ലാ യുസല്ലിഹാ ഇല്ലാ ബിൽ മദീനത്തിൽ മുശറഫ വമിൻഹും മല്ലാ യുസല്ലിഹാ ഇല്ലാ ബിജബലി ഖാഫ് മലയിൽ നിന്നല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്. മദീനത്തെ പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കാരം നിർവഹിക്കാത്ത, അവിടെ പോയിട്ടേ അവർ നിസ്കരിക്കൂ. ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരം നിർവഹിക്കൂ. മക്കയിലെ അവർ 5 നേരം നിസ്കരിക്കൂ. അങ്ങനത്തെ കക്ഷികളൊക്കെയുണ്ടേ. നമ്മുടെ വകയായിട്ട് പറയട്ടെ, വമിൻഹും അല്ലാ യുസല്ലി, തീരെ നിസ്കരിക്കാത്തവരുമുണ്ട്. നിസ്കരിക്കാത്തവരല്ലേ? നിസ്കരിക്കുന്നവന് ഔലിയന്റെ ക്വാളിഫിക്കേഷൻ എന്ന താഴെയാണ്. ഔലിയന്റെ ക്വാളിഫിക്കേഷൻ തന്നെ നിസ്കരിക്കുന്നത് ചിലപ്പോൾ കാണൂല. അവർ നിസ്കരിക്കുന്നില്ലെങ്കിലും നമ്മൾ അവർ നിസ്കരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അവർ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, നാം കാണുന്നില്ലെന്ന് മാത്രമേയുള്ളൂ. മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ മുജാഹിദുകൾ ആക്ഷേപിച്ചു എന്ന് ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ല പേരോട് മുസ്ലിയാര്. എന്നാൽ ശൈഖ് ജീലാനിയെ കുറിച്ച് ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ശൈഖ് ജീലാനി നിസ്കരിക്കാറില്ലെന്ന്. മുഹീദ്ദീൻ ശൈഖ് ഒരു ആവറേജ് മുസ്ലിമിന്റെ ഇസ്ലാമിക ഐഡന്റിറ്റി നിലനിൽക്കാൻ ആവശ്യമായ 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കാത്തയാളാണ് ജീലാനി എന്ന് മുജാഹിദുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം നമസ്കരിക്കാറുള്ള ആളാണെന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോ ശൈഖ് ജീലാനിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു അത്രേ, ഒരു മുരീദ്, യഖൂലൂന യാ ഹാദാ തറക്ത സ്വലാതക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്താ നിസ്കരിക്കാത്തത്, നിങ്ങളെന്താ നമസ്കരിക്കാത്തത്? ഇവർക്കുണ്ടോ അറിയുന്നു ഞാൻ നിസ്കരിക്കാറ് മക്കത്തെ പള്ളിയിൽ നിന്നാണെന്ന്. അപ്പൊ 5 നേരവും ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. പക്ഷേ തടി ഇവിടെ തന്നെയുണ്ട്, അവിടെ ഒരു നിസ്കാരം വേറെ നടക്കുന്നുണ്ട്.
ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാത്ത ആളുകളോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഒരു നേതാവുണ്ടോ ഈ ലോകം കണ്ടിട്ട്? ഏതെങ്കിലും ഒരു ഉമ്മയുടെ വയറ്റില്ലെന്ന് നമ്മുടെ മുത്തു നേതാവിനെ പോലെ ഒരു നേതാവ് ഇങ്ങോട്ട് പിറന്നു വീണിട്ടുണ്ടോ? ഇനി ഖിയാമത്ത് നാൾ വരെ ഉമ്മക്ക് ഇനി അങ്ങനെ പ്രസവിക്കാൻ ഒരു മകനെ കഴിയുമോ? കഴിയില്ലല്ലോ. ആ നേതാവ് വളരെ വിഷമം സഹിക്കുന്ന ഘട്ടത്തിൽ പോലും സഹാബത്തിന്റെ തോളുകളിൽ കൈയിട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വേച്ച് നിസ്കാരത്തിന് പോയിട്ടുണ്ട്. സ്വഹാബിമാര് നബിയെ കാത്തിരുന്നിട്ടുണ്ട്, അവരങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നു നമ്മൾ. പക്ഷേ ഇതൊക്കെ ഞങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികളില്ലേ, അവര് വിശ്വസിക്കുന്നത് നബിയെ കുറിച്ച് അവർക്ക് ആ ധാരണയില്ല. പക്ഷേ ജീലാനി അങ്ങനെയാണ്. നേരെ ഇവിടെ കേട്ടില്ലേ, മക്കത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്, മദീനത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്, പലസ്തീനിൽ വെച്ചല്ലാതെ നമസ്കരിക്കാത്തവരുണ്ട്, കാഫുമലയുടെ മുകളിൽ വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട്. ഏതായി കാഫുമല? എവിടെയായി കാഫുമല? ആകെ കാഫുമല നമ്മൾ കേട്ടിട്ടുള്ളത് കാഫുമല കണ്ട പൂങ്കാറ്റേ എന്നൊരു പാട്ടിൽ ഒരു കാഫുമല കേട്ടിട്ടുണ്ടല്ലാതെ എവിടെ ഈ കാഫുമല? അങ്ങനൊന്നുണ്ടോ? കാര്യം തന്നെ ഇല്ലാത്തവന് പിന്നെ മല ഉണ്ടോ എന്ന് ചോദിക്കണോ? മലയുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? സംഭവം തന്നെ നടക്കുന്നില്ലല്ലോ.